ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്നത്തെ ദിവസം മോർണിംഗിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. രാവിലെ തന്നെ ചോറടപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഊറ്റാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ കുട്ടികൾക്ക് കൊണ്ടുപോകാനായിട്ട് സോയാബീൻ വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സോയാബീനിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്നലെ രാത്രി ഞാൻ മീൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. അത് അടുത്തൊരു ദിവസം ഇടാട്ടോ. സിമ്പിളായിട്ടുള്ള ഞാൻ വെക്കുന്ന ഒരു മീൻകറി, കൂടെ പച്ചപ്പയർ ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ സോയാബീൻ വറക്കുന്നത് നെയ്യിലാണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഇവിടെ നെയ്യ് ഉണ്ടാക്കൽ വളരെ കുറവാണ്. അപ്പച്ചൻ കറക്കുന്ന പാല് ഒരുവിധവും സൊസൈറ്റിയിൽ കൊണ്ടുകൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ സൊസൈറ്റിയിൽ അവർ നെയ്യ് ഉണ്ടാക്കുന്നുണ്ട്, അത് വിൽപ്പനയ്ക്ക് വെക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് നെയ്യ് വാങ്ങുന്നത്. നമ്മൾ കടയിൽ നിന്നും വാങ്ങുന്ന നെയ്യിനേക്കാളും ഒരുപാട് ബെറ്ററാണ് കേട്ടോ നമ്മൾ ഈ ഒരു സൊസൈറ്റിയിൽ നിന്നും വാങ്ങുന്ന നെയ്യ്. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. നമ്മളുടെ വീട്ടിലുണ്ടാക്കുന്ന നെയ്യിൻ്റെ ആ ഒരു ഏകദേശ ഫ്ലേവറും സ്മെല്ലും ഒക്കെയാണ് എനിക്ക് ഫീൽ ചെയ്യാറ്. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം വിചാരിച്ചു വെളിച്ചെണ്ണയിൽ വെറുതെ ഇങ്ങനെ സോയാബീൻ വറുത്തെടുക്കാതെ എന്താ പറയുക, ഈ നെയ്യിലൊന്ന് ജസ്റ്റ് ഒന്ന് ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ദോശക്കല്ലിലാണ് കേട്ടോ സോയാബീൻ ചുട്ടെടുക്കുന്നത്. അപ്പോൾ ദോശക്കല്ലിൽ കുറച്ചധികം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഉപ്പും മുളകും മഞ്ഞളും എല്ലാം തിരുമ്മി വെച്ചിട്ടുള്ള സോയാബീൻ അങ്ങോട്ട് വെച്ച് കൊടുക്കുകയാണ്. സോയാബീൻ ആദ്യം നമ്മൾ ചൂടുവെള്ളത്തിൽ നല്ലപോലെ തിളപ്പിച്ച് വേവിച്ച് അതിലെ വെള്ളമൊക്കെ മാറ്റിയതിന് ശേഷമാണ് കേട്ടോ ഉപ്പും മുളകും മഞ്ഞളെല്ലാം തേച്ച് വെക്കുന്നത്. അതിന് ശേഷം നമ്മൾ ഈ ഒരു ദോശക്കല്ലിൽ ഒന്ന് ചുട്ടെടുക്കുകയാണ്. വെള്ളമൊക്കെ ഒന്ന് ഏകദേശം ഒന്ന് വറ്റി വന്നു തുടങ്ങിയിട്ടുണ്ട്. സോയാബീനിൽ വീണ്ടും വെള്ളം നല്ലോണം ഇറങ്ങും. വറ്റിയതാ ഇതേപോലെ അങ്ങ് ഡ്രൈ ആക്കി കിട്ടിയിട്ടുണ്ട്. അടിപൊളിയാണ് കേട്ടോ. പിള്ളേർക്ക് നെയ്യിൽ വറുത്ത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടിയും ഹെൽത്തി ആകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയത്. കുഴപ്പമില്ല. ഒരുപാട് അങ്ങോട്ട് റോസ്റ്റ് ചെയ്ത് അങ്ങോട്ട് ഇതാക്കിയിട്ടില്ല. ഒരുവിധം അങ്ങോട്ട് ഒന്നും മൊരിയിച്ചെടുത്തിട്ടേ ഉള്ളൂ. ഈ നെയ്യിൽ വറുത്തതിൻ്റെ ആ ഒരു ചെറിയൊരു കുത്തലുണ്ടാവും. നമ്മൾ വെളിച്ചെണ്ണയിൽ വറുക്കുന്നതും നെയ്യിൽ വറുക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടല്ലോ. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ജോക്കുട്ടന് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. സോയാബീൻ വറുത്ത് കൊടുക്കുന്നതും വെണ്ടക്കായ വറുത്ത് കൊടുക്കുന്നതും എല്ലാതും. അങ്ങനെ അവൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തു. കുറച്ച് എരിവുണ്ടെന്നാണ് അവൻ പറഞ്ഞത്, എന്നാലും കുഴപ്പമില്ല, കഴിക്കാനായിട്ട് കൊള്ളാം. അങ്ങനെ രാവിലത്തെ ഭക്ഷണം നമ്മൾ പുറത്തുനിന്നും വാങ്ങുകയാണ് ചെയ്തത്. ഇന്ന് വേഗം നമുക്ക് ഹോസ്പിറ്റലിലോട്ട് പോകേണ്ട ഒരു അത്യാവശ്യമുണ്ട്. അതുകൊണ്ട് രാവിലത്തെ പലഹാരം കൂടി ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ ആകെ നേരം വൈകുമെന്ന് വിചാരിച്ച് പുറത്തുനിന്നാണ് നമ്മൾ ഫുഡ് വാങ്ങിയത്. അപ്പോൾ എന്താ പറയുക, ഇഡ്ഡലി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ദോശയാണ് വാങ്ങിയത്. നല്ല വലിയ ദോശയായിരുന്നു കേട്ടോ. കൂടെ സാമ്പാറും ചട്നിയും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ മോർണിംഗ് വിശേഷങ്ങൾ. അപ്പോൾ ഇതേപോലെ മോർണിംഗിലൊക്കെ ഒരു ഓട്ടപ്പാച്ചിൽ നടത്തുന്ന അമ്മമാരുണ്ടെങ്കിൽ ഓടി വരാം. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.